ഡൈവോഴ്സാണ്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്നാമത്തേതാണ് നമ്മൾ ഈ മുടിയുടെ കാര്യം പറയുന്നത്, എത്ര രൂപ ആയി എന്നുള്ളത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ഛനാകമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്തിട്ട് കാണും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴേക്ക് കമൻ്റായിട്ട് ഇടാനും മറക്കരുത്. ഇപ്പോൾ ഞങ്ങൾ വന്നത് ഞങ്ങൾ രണ്ടുപേരുടെ ഒരു വീഡിയോയിൽ വന്നിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. നമ്മൾ ഓൺ വോയിസ് വീഡിയോസ് ചെയ്തിട്ട് ഒത്തിരി ദിവസമായി. ഒരു പിടുത്തമില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഓരോ എന്തെങ്കിലുമൊക്കെ ഇടുന്നതല്ലാണ്ട് ഇവള് ഓൺ വോയിസ് വീഡിയോയിൽ വന്നിട്ട് ഇപ്പോൾ ഒത്തിരി ദിവസമായി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ നമുക്ക് കുറേ ചോദ്യങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അതിനൊക്കെ ഒരു മറുപടി കൊടുക്കണം. അത് നീയും കൂടെ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കൂടി ഇരുത്തിയതാണ്. അപ്പോൾ വീഡിയോ വളരെ കുറച്ച് ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വീഡിയോ നല്ല കണ്ടന്റുകളൊന്നുമില്ല, പിന്നെ പുറത്തേക്കൊന്നും പോകുന്നില്ല. ഇവിടെ തന്നെ കുറേ പരിപാടികളൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുകയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാർ ഇവളുടെ ഈ മുടി സാധാരണ കിടന്ന മുടിയല്ലായിരുന്നു. അപ്പോൾ ആ മുടി സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര രൂപയായി അത് ചെയ്യുന്നതിനെന്ന്. അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ഷോർട്ട് വീഡിയോസ് ഒരുപാട് പേര് കണ്ടത്. ലോങ് വീഡിയോസ് കുറവാണ്, 19,000 പേരെ കണ്ടുള്ളൂ. പക്ഷേ ഷോർട്ട് വീഡിയോ ലക്ഷങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴേക്ക് ഇത് എത്ര രൂപയായി. പിന്നെ ഒരുപാട് പേര് അയ്യോ പഴയ മുടിയായിരുന്നു നല്ലതെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്, പിന്നെ ഇത് നല്ലതാണെന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് എത്രയായി അത് ചെയ്ത് ഇത് ഇത്രയും. അത് പല അഭിപ്രായം ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യക്കുട്ടൻ്റെ മമ്മൂദീസയുടെ സമയത്ത് ടെമ്പററി ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ബന്ധുക്കളൊക്കെ വന്നപ്പോൾ കുറെ ബന്ധുക്കൾക്ക് അത് ഇഷ്ടപ്പെട്ടു, കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ രണ്ടഭിപ്രായമുള്ള ആൾക്കാരും ഉണ്ടാവും. അതെന്തായാലും ആളുകളുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ വന്നതിൻ്റെ ഒന്നാമത്തെ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഒന്നാമത്തേതാണ് നമ്മൾ ഈ മുടിയുടെ കാര്യം പറയുന്നത്, എത്ര രൂപ ആയി എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തത് എവിടെയാണെന്നൊക്കെ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. തന്നെ പൈസ മാത്രം പറഞ്ഞിട്ടില്ലായിരുന്നു എത്ര രൂപ ആയിരുന്നു. കാരണം പൈസ പറയുമ്പോൾ ആൾക്കാർ പല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ അന്ന് പൈസയിലേക്കൊന്നും പോയത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പറയുന്നതിന് കുഴപ്പമിരിക്കുന്നത് അല്ലേ, ആരിപ്പോൾ എന്ത് പറഞ്ഞാലും അത് നമുക്കൊരു വിഷയമല്ല താനും. അപ്പോൾ ഇത് ഇത്രയും ചെയ്തതിന് 8,000 രൂപയാണ് ചെയ്തതിന്, മുടി സ്ട്രെയിറ്റ് ചെയ്തതിനും. കട്ടിയും നീളമൊക്കെ അനുസരിച്ചിരിക്കും. ചില ആൾക്കാർക്ക് അത് കുറവായിരിക്കും, കുറവായിരിക്കും. നല്ല നീളമൊക്കെ ഉള്ളവർക്ക് കൂടുതലായിരിക്കും. അതിനനുസരിച്ചുള്ള ക്രീമുകളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വ്യത്യസ്തമായിരിക്കും പല ആൾക്കാരുടെ. പലയിടത്തും വ്യത്യസ്തമായ പൈസയായിരിക്കും കേട്ടോ. അപ്പൊ ഇത് വെച്ച് കമ്പയർ ചെയ്തിട്ട് അവരുടെ അത്രയും ആളുള്ളല്ലോ എന്ന് പറഞ്ഞിട്ട് പോയി അടിയൊന്നും കൂടെ നിൽക്കണം. അതെ. എന്തായാലും അതിനത്രയായി. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന ഷാമ്പൂവും കണ്ടീഷണറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് മേടിക്കണം എന്ന് പറഞ്ഞു. കാരണം അല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്തതിനുള്ള ഗുണം കിട്ടത്തുമില്ല. ആ സംഭവം പോകാനും സാധ്യതയുണ്ട്. കാരണം മുടി പൊഴിഞ്ഞ് കണ്ടമാനം മുടി പൊഴിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ പറയുന്ന രീതി ചെയ്തിട്ടുണ്ടെങ്കിലും മുടി കൊഴിച്ചിൽ ഒഴിവാക്കാന്ന് അവർ പറഞ്ഞത്. അല്ലാതെ നമ്മൾ കെയർ ചെയ്യാതിരിക്കുമ്പോഴാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അവർ നമ്മൾ ചെയ്യാൻ ചെല്ലുമ്പോൾ തന്നെ അവർ നമ്മളോടെല്ലാം നമ്മളെ അവർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ നമ്മളോട് പറഞ്ഞു തന്നു, എല്ലാ കാര്യം പറഞ്ഞു. ആദ്യം തന്നെ അവർ പറഞ്ഞു അവർക്ക് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അവരാദ്യം നമ്മൾ ഒന്ന് ചെന്നപ്പോൾ അവർ നമ്മളെ തിരിച്ചു പറഞ്ഞു കേട്ടതാണ്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ സാധാരണ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ എന്തായാലും പെട്ടെന്ന് നമുക്ക് ചെയ്തേക്കാന്നേ പറയുള്ളൂ, പൈസ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ. അപ്പോൾ അവർ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മുടി പൊഴിയാനുള്ള സാധ്യതയുണ്ട്. സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കെയർ ചെയ്തില്ലെങ്കിൽ അവർ പറയുന്ന ഷാമ്പൂ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ മുടിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം ഇത്രയേ ഉള്ളൂ. പിന്നെ ഏതാണ്ട് ഇത് എത്ര മാസത്തേക്കാണ്. പിന്നെ കുറേ പേര് വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുളിയും നനയൊന്നും ഉണ്ടാകുകയില്ലെന്ന്. കുളിയും നനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം മാത്രമേ അവര് തല നനയ്ക്കരുതെന്ന് പറഞ്ഞു. ആദ്യത്തെ 2 ദിവസത്തേക്ക് തല നനയ്ക്കരുതെന്ന് പറഞ്ഞു. ശരിക്കും സാധാരണ എങ്ങനെയാണോ നനയ്ക്കുന്നത് അതുപോലെ. അതെ, കാരണം ആദ്യത്തെ ഈ 2 ദിവസം വെള്ളം വീണ് കഴിഞ്ഞാൽ അവിടുത്തെ മുടി പൊഴിഞ്ഞു പോകുന്ന അവർ പറഞ്ഞായിരുന്നു. പിന്നെ അത് പഴയ പോലെ തന്നെ ചുരുണ്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് മുഖം കഴുകുമ്പോൾ പോലും പറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ പറഞ്ഞ ശരി 2 ദിവസത്തേക്ക് കുളി നനയൊന്നും മുഖം കഴിയില്ല, തലയും കഴിയില്ല. ഇങ്ങനെ വെള്ളം വെച്ചിട്ട് കഴുകുമായിരുന്നു പേടിച്ചിട്ട്. ഇവിടെ എങ്ങാനും പറ്റി 8,000 രൂപയാണേ പോയേ. അത് തന്നെയല്ല, പൈസ പോകുന്നതിൻ്റെ എല്ലാം മുടിയും പൊഴിഞ്ഞു പോകും. ഇപ്പൊ അതിനുശേഷം മുടി പൊഴിച്ചിലുണ്ടായിട്ടുണ്ടോ? മുടി
പൊഴിച്ചിൽ കുറവാ. മുടി പൊഴിച്ചിൽ കുറവാണ്. അപ്പോൾ അതിന് മുമ്പ് പലതായിരിക്കും. അതിന് മുമ്പ് നല്ല പൊഴിച്ചിലുണ്ടായിരുന്നു അല്ലേ? ഓൾറെഡി മുടി പൊഴിച്ചിൽ ചെയ്യുന്നതിന് മുമ്പ് നല്ലപോലെ മുടി പൊഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പക്ഷേ മുടി പൊഴിയുന്നില്ല. ചില ആൾക്കാർ പറയുന്നത് ഇത് ചെയ്തൊരു 2 മാസമൊക്കെ കഴിയുമ്പം പൊഴിയാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അല്ലേ, മുടിയല്ലേ പൊഴിഞ്ഞു പോയാലും തിരിച്ചുണ്ടായി വയ്ക്കുള്ളൂ. അത് വേറെ നോക്കാം. പിന്നെ അതൊന്നാമത് കാര്യം. പിന്നെ രണ്ടാമത് ഒരാൾ കമൻ്റ് ഇട്ടിട്ട് ചോദിച്ചു, എന്നോട് ചോദിച്ചേക്കുന്നത് ഡോക്ടറാണോ എന്ന്. അപ്പം ഞാൻ പറയാനില്ല അങ്ങനെ ചോദിക്കാൻ കാര്യം, ഞാൻ അങ്ങനെയുള്ള ഈ ഡോക്ടർമാരെ പോലെ റെസിപ്പികളൊന്നും ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്ത് വീഡിയോയുടെ അടിയിലാണ് നിർത്തില്ല, ഏതോ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ബോക്സിലാണ് ഞാൻ കണ്ടത്, ചേട്ടൻ ഡോക്ടറാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റേ എൻ്റെ പല്ലിൻ്റെ ഡോക്ടറുമായിട്ട് സാമ്യം തോന്നിക്കാണും. ശരി, നമ്മൾ ഡോക്ടർ ഈ മുടിയൊക്കെ കെട്ടി, ഞാനും മുടിയൊക്കെ കുടുമിയൊക്കെ കെട്ടി വെച്ചായിരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങനെ വല്ലതും തോന്നിയിട്ടാണോ അറിയത്തില്ല. എന്തായാലും വീട്ടിലെ ഡോക്ടറാണ്. ഡോക്ടറല്ല എന്തിനാട്ടെ, അതാ അത്. അങ്ങനെയാണ് ഞാൻ ഡോക്ടറാ. പിന്നെ എന്തോ നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് പേര് ചോദിച്ചായിരുന്നു എന്നോട് വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലേന്ന് ചോദിച്ചായിരുന്നു. ഒരു 2-3 മാസം മുമ്പ് കണ്ട് വീട്ടിൽ പോകുന്നത്, ഇനി ഒരു സർപ്രൈസ് വരുന്നുണ്ട്, ഞങ്ങൾ വീട്ടിൽ പോകുന്ന വീഡിയോസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് 3 മാസം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ അത് കഴിഞ്ഞിപ്പോ പറ്റിയില്ല. അതെ, ഞങ്ങള് പ്ലാൻ ചെയ്തിരിക്കുകയാണ് അടുത്ത മാസം പോവാൻ. അതെ, അടുത്ത മാസം അതുകൊണ്ട് കിടുക്കാച്ചി വീഡിയോസുകൾ ഇഷ്ടം പോലെ പ്രതീക്ഷിക്കാം. ഞങ്ങൾ പറയല്ലേ, എന്തെങ്കിലും തടസ്സങ്ങൾ, അത് സത്യം പറയാല്ലേ, നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, തടസ്സത്തിനോട് തടസ്സമാണ്. ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലെങ്കിൽ മാത്രം ഞങ്ങൾ അടുത്ത മാസം പോകും. കാരണം അടുത്ത മാസം ഞങ്ങളുടെ പള്ളിപ്പെരുന്നാളാണ്. പള്ളിപ്പെരുന്നാള് കൂടിയിട്ട് വർഷങ്ങളായി. അതായത് കല്യാണം കഴിച്ച പിന്നെ കൂടിയിട്ടില്ല, പിന്നെ പഠിക്കാൻ പോയതിന്റെ കാരണത്താൽ കൂടിയിട്ടില്ല. അതുകൊണ്ട് കൂടണമെന്ന് ഭയങ്കര ആഗ്രഹം. പപ്പേൻ്റെയും മമ്മീൻ്റെയും കൂടെ കൂടണം. അത് പപ്പേനെ രാത്രിയിൽ പള്ളിയിൽ പോകാൻ പപ്പയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങളുണ്ടെങ്കിൽ കൂടെ വരുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നു. വരുമല്ലോ വിശ്വസിക്കുന്നു. പപ്പയുടെ ഹെൽത്ത് കുറച്ച് മോശമാണ്. അപ്പൊ പപ്പ രാത്രി പള്ളി വരുമെന്ന് അറിയാമല്ലോ. കാരണം നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞത് പപ്പ ICUലാണ്. അപ്പോൾ അതിനകത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പപ്പ എങ്ങനെയാണ് ഓക്കെ ആയോ. ഒരുപാട് പേര് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, പപ്പയ്ക്ക് എങ്ങനെ കുറവുണ്ടോ എങ്ങനെയാണ്. ഒരു ദിവസം ICU കിടന്നുള്ളൂ. കാരണം പപ്പയുടെ വയറ്റിലെ ഞാൻ പറഞ്ഞായിരുന്നു ഫ്ലൂയിഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന്. അന്ന് അറിഞ്ഞിട്ട് പപ്പയ്ക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അപ്പം അത് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എടുത്ത് കളഞ്ഞിട്ട് ഒബ്സർവേഷൻ ICU കിടത്തി. പിറ്റേ ദിവസം ഡിസ്ചാർജ് ആക്കി. വൈകുന്നേരം വീട്ടിൽ വന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് അടുത്ത മാസം പോവാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് അമിതമായി ഞങ്ങൾ ആഗ്രഹിക്കാറില്ല. കാരണം അമിതമായി ആഗ്രഹിക്കുന്നൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കാറില്ല. അതുകൊണ്ട് തന്നെ പക്ഷെ എല്ലാരും പറയും കുറെ ആഗ്രഹിച്ചാൽ മാത്രമേ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കിരുവോളമെങ്കിലും കിട്ടുള്ളൂ. പക്ഷെ അത് എന്തോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും വരുന്നില്ല. അത് ഒരു പ്ലാന്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ പേര് ചോദിച്ചിട്ട് ഞാൻ ആശുപത്രി പോയിട്ട് ഞാൻ തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കുറേ പുതിയ ഹോസ്പിറ്റലുകളും പുതിയ ഡോക്ടർമാരും പിന്നെ വാട്സാപ്പിലൊക്കെ ഒത്തിരി പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു അവിടെ നിന്ന് മരുന്ന് മേടിക്കണം, ഇവിടെ നിന്ന് മരുന്ന് മേടിക്കണം. ഒത്തിരി ഉപദേശങ്ങൾ ഒരുപാട് പേര് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒന്നും ഇതുവരെ ശാശ്വതമാക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം എല്ലാം ദൂര സ്ഥലങ്ങളിലൊക്കെയാണ്. പിന്നെ ഞാൻ പരീക്ഷിക്കാവുന്ന രീതിയിലുള്ള എല്ലാ മരുന്നുകളും ഹോസ്പിറ്റലുകളും ഒക്കെ പരീക്ഷിച്ചതാണ്. ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട പോലെ തന്നെ ആ ഒരു ലോഡ് ഗുളിക എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ തല പൊങ്ങുന്നില്ല. രാവിലെ 4 ഗുളിക, ബാക്കി ഉറങ്ങിപ്പോവാ പറ്റുന്നില്ല. കാരണം അത് കൂടെ ഡോസ് കൂടി ഗുളിക. ഞാൻ അന്നേ ഗുളിക വീഡിയോ ചെയ്യാടിയെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരും. ഇവള് പോയി കൊച്ചിനൊക്കെ ഉറക്കിയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഉറങ്ങും. വലിയ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടാണ് അവിടെ ഇരിക്കുന്ന ഉറങ്ങിപ്പോവും. അത്രയ്ക്കും ഭയങ്കര ഹെവി ഡോസുള്ള ടാബ്ലറ്റാണ് തരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ഷോൾഡർ വേദനയ്ക്കാണ് ഈ മരുന്ന് കഴിക്കുന്നത് നോക്കണം. നമ്മുടെ ശരീരം കളയുകയാണ് ചെയ്യുന്നത് ശരിക്കും. പിന്നെ എന്താ ചെയ്യാം, കഴിച്ചില്ലേ പറ്റുള്ളൂ. അവർ തരുന്നു, നമ്മൾ കഴിക്കുന്നു, മാറും എന്നുള്ള വിശ്വാസത്തിൽ. അപ്പോൾ അതാണ്. പിന്നെ നിനക്ക് വേറെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇച്ചായന് മറ്റേ കൈക്ക് വേദനയാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഉണ്ടായിരുന്നല്ലോ.
അപ്പോൾ 2-3 കുറേ വീഡിയോനെ കുറിച്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. ഈ കൈവേദനയാന്ന് പറഞ്ഞത് മിക്ക വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു. വീഡിയോ ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ നമ്മൾ വേദനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് ചെയ്ത ഹോസ്പിറ്റൽ വീഡിയോ കണ്ടിട്ട് ഒരു ചേച്ചി മെസ്സേജ്, അതായത് വാട്സപ്പിൽ മെസ്സഞ്ചർ വഴി ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു. ആ ചേച്ചി ഡൈവോഴ്സാണ്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി കല്യാണം കഴിഞ്ഞ് കുട്ടിയുണ്ടായി കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്ന് ഒരു മാസത്തിൽ തന്നെ ഒരു 5-10 ദിവസം ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ ഫുള്ളിങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഇതിനെന്തോ രോഗമുണ്ട്, ഈ പുള്ളിക്കാരിക്ക് എന്തോ രോഗമുണ്ട്, അതുകൊണ്ട് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഉപേക്ഷിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ മെസ്സേജായിട്ട് അയച്ചു. നിങ്ങൾക്ക് അന്നേരം നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ രോഗങ്ങളാണല്ലോ കൂടുതലും വീഡിയോസ്, അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരി. കാരണം അവര് നമുക്കൊരു വാണിംഗ് തരുന്ന പോലെ തന്നാ നിങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അസുഖ രോഗമാണെന്ന് പറഞ്ഞ് വീഡിയോ ഇടില്ല. ഒരാളോട് ഒരു മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് മറ്റൊരാളുടെ ജീവിതത്തിൽ സംഭവിക്കരുതേ എന്നുള്ളൊരു ഉത്കണ്ഠയോടെ ആയിരിക്കാം പറഞ്ഞത്. അവരുടെ വിഷമം അവർ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചിലർക്ക് ഉണ്ടാകുമായിരിക്കുമല്ലേ. ഇനിയിപ്പോൾ ഉപേക്ഷിച്ചില്ലെങ്കിലും വീട്ടിൽ തന്നെ കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകുമായിരിക്കും. തീർച്ചയായിട്ടും അവൾക്ക് ഫുൾ അസുഖമാണല്ലോ, അല്ലെങ്കിൽ ഹസ്ബൻഡിനായാലും അവർക്ക് ഫുള്ള് അല്ലെ അവന് ഫുള്ള് അസുഖങ്ങൾ. അത് സ്വാഭാവികം. അസുഖം എന്ന് പറയുന്നത് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും വരാം. ഇന്നലെ നാളെ നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് പോലും അറിയത്തില്ല. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഇന്നത്തെ ആരോഗ്യം കണ്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കരുത് എന്നാണ് അതിനകത്ത് പറയാനുള്ളത്. ഇന്നുള്ള ആരോഗ്യവും സൗന്ദര്യവും ഒന്നും നാളെ ഒരിക്കലും ഉണ്ടാവില്ല. കല്യാണത്തിന്റെ സമയത്ത് പറയുന്ന ഇതുണ്ടല്ലോ, ഈ രോഗത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ബാക്കി പറയടി എല്ലാത്തിലും അല്ല അങ്ങനെ പറയുന്നില്ല. അപ്പൊ അതാണ് ശരിക്കും വേണ്ടത്. രോഗവും വരും, ദാരിദ്ര്യമാകും, പട്ടിണിയാകും, എല്ലാം ഉണ്ടാകും. ജീവിതമല്ലേ, എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ കുടുംബജീവിതം. അതിനകത്ത് സന്തോഷം മാത്രം കണ്ടെത്തണമെന്ന് ഒരിക്കലും, സന്തോഷം മാത്രം ഉണ്ടാകുകയുള്ളൂ എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സന്തോഷം ഉണ്ടാകും, സങ്കടം ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. അതിപ്പോൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും എല്ലാം ഉണ്ട്. അതും ആ സങ്കടത്തിനെ അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു ബുദ്ധിമുട്ടിനെ എടുത്ത് കാണിച്ചുകൊണ്ട് എപ്പോഴും നിൽക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ കുടുംബം നാശമായി പോകും. സങ്കടം ഒക്കെ ഒരു സൈഡിൽ കിടക്കും. നമ്മുടെ ജീവിതം നമ്മൾ ആസ്വദിച്ച് ജീവിക്കുക അല്ലേ. ഇന്നിപ്പോൾ ഇച്ചായന് കൈവേദനയാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് നാളെ എങ്ങോട്ടും പോവണ്ട എന്ന് പറഞ്ഞ് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം പോകും. അതോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇപ്പോൾ കൈവേദന ആകുമ്പോൾ ഇവിടെ വന്നിട്ട് പറയാം, നിങ്ങൾക്ക് എപ്പോഴും കൈവേദന വേദന ആയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇന്നത്തെ ലോകത്തുണ്ട്. അല്ല, നേരെ ഓപ്പോസിറ്റ് ആയാലും പിന്നെ തീർച്ചയായും തിരിച്ചും നിന്നെ കൊണ്ട് മടുത്ത് നിന്നെ അമ്മ എപ്പോഴും അതുമല്ല എന്ത് എന്ന് വെക്കുന്ന ആ ഒരു ചിന്താഗതിക്കാരുമുണ്ട്. അത് ആ ഒരു കമൻറ്റിന് മറുപടി പോലെ കമൻ്റ് ആളെ പോട്ടെ നോക്കാം. നമുക്ക് മെസ്സേജ് ഇട്ടതാ. കമൻ്റായിട്ട് പബ്ലിക്കിൽ ഒരുപാട് പേര് കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ കാരണം അങ്ങനെ കമൻ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ പ്രൊഫൈൽ തപ്പി ആൾക്കാർ പോവുകയും ചെയ്യും നോക്കാനായിട്ട്. ഡിവോഴ്സാന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ അതറിയാലോ, ആൾക്കാരുടെ പല രീതിയിലുള്ള പല ചിന്താഗതിയാണ്. അപ്പോൾ എന്തായാലും അവരങ്ങനെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ട്, ഒത്തിരി പേര് മെസ്സേജ് ഇടുന്നുണ്ട്, ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാട്സാപ്പിലൊക്കെയാണല്ലോ ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കൈവേദനയ്ക്കുള്ള മരുന്നും ട്രീറ്റ്മെൻറ്റും പെരുമ്പാവൂരുണ്ട്, ആലുവയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, എവിടെയൊക്കെ സ്ഥലത്തുള്ളൂ ഉള്ള ഡോക്ടർമാരുടെ സർവ്വ ആൾക്കാരുടെയും പേരും അഡ്രസ്സും തകർന്ന് വിടുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൺഫ്യൂഷനാണ്. തിരുവനന്തപുരത്ത് പോകണോ, പെരുമ്പാവൂർ പോകണോ, കോട്ടയം പോകണോ, എവിടെ പോകണോ സംശയമായിരുന്നു. കാരണം ആയുർവേദം പറയുന്നുണ്ട്, പിന്നെ ഒരു പെരുമ്പാവൂരുള്ള ഒരു സ്ത്രീകൾ മാത്രം നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞു, അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒത്തിരി പേര് ഒരുപാട് പിന്നെ കുറേ ഒരുപാട് പല വീഡിയോസും ഒക്കെ സെൻഡ് ചെയ്ത് തന്നിട്ട് അവിടെ ഇപ്പോൾ ഇവിടെ പോകുന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഉത്കണ്ഠ അല്ലെങ്കിൽ അവരവരുടെ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കുന്നതാണ്. ഇപ്പോൾ നമ്മളെ കൊണ്ട് സാധ്യമായതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കട്ടെ, എന്തായാലും ഇപ്പോൾ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇന്നിപ്പോൾ 2 ദിവസമല്ലേ ആയുള്ളൂ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഫുൾ ഡേ 2 ദിവസം മരുന്ന് കഴിച്ചു. ആ 2 ദിവസം ഞാൻ ഓഫായ പോലെ ആയിപ്പോയി കേട്ടോ. കാരണം രാവിലെ ഗുളിക കഴിക്കും, 4 ഗുളികയുണ്ട് രാവിലെ.
അത് 4 അടിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. ഒരു ടാബ്ലറ്റ് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ. അത് ഞാൻ പറഞ്ഞില്ല, അത് 1800 രൂപയുടെ ഗുളികയാണ്. ഇപ്പോൾ 5 ദിവസമൊക്കെ ഞാൻ മേടിച്ചുള്ളൂ. 15 ദിവസമൊക്കെ ഡോക്ടർ എഴുതിയത്. അതിനകത്തൊരു വൈറ്റമിൻ ടാബ്ലറ്റ് മാത്രമുണ്ട്, അത് മാത്രം ഞാൻ ഒരു 15 ദിവസത്തേക്ക് മേടിച്ചു. ബാക്കിയെല്ലാം ഞാൻ വെട്ടിച്ചുരുക്കി. ഇനിയിപ്പം ചിലപ്പോൾ 3 ദിവസം കൂടെ അല്ലേ കഴിക്കാനുള്ളൂ. അപ്പം അതും കൂടെ കഴിച്ചു കഴിയുമ്പോൾ എണ്ണം കുറയുമല്ലോ. അന്നേരം എന്തെങ്കിലും ഒരു മാറ്റം, അല്ല എണ്ണം കുറയുമ്പോൾ ഡോസ് കുറയും. അല്ല എന്തെങ്കിലും തരത്തിലൊരു മാറ്റം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ആ ഗുളിക മേടിച്ച് കഴിക്കും. ആ തോപ്രാങ്കുടി കിട്ടും നമുക്ക്. ഇപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു ഇതൊന്നും ലക്ഷണമൊന്നും 2 ദിവസം കഴിച്ചിട്ടൊന്നും കാണുന്നില്ല. പിന്നെ അതിനകത്ത് കൂടുതലുള്ള ഈ വേദന ഗുളികകളാണ്. വേദന ഗുളികകളൊന്നും കഴിച്ച് വേദന കുറച്ചിട്ടൊരു കാര്യമില്ല. നമുക്ക് എപ്പോഴും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് നമുക്ക് പറഞ്ഞോണ്ടിരിക്കുന്നോണ്ടായിരിക്കും ഡോക്ടറാണോ എന്ന് ചോദിച്ചാൽ. അതും ശരിയാണ്, പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ, ആ അസുഖം കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാതെ ഇവർ തരുന്ന പരീക്ഷണാടിസ്ഥാനത്തിൽ തരുന്ന ഗുളികകളെല്ലാം കഴിച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ ആളെ കൊല്ലുക ചെയ്യുന്നവർ. സത്യത്തിൽ അതെ കൊല്ലുക ചെയ്യുന്നവർ. പരീക്ഷിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഒന്നിപ്പോൾ പുള്ളിയുണ്ടല്ലോ, പുള്ളി ഒരു ടാബ്ലറ്റ് തന്നു, 5 ദിവസം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. 5 ദിവസം കഴിച്ചിട്ട് വന്നപ്പോൾ ഡോക്ടർ ഒരു കുഴപ്പമില്ല, ഒരു അനക്കം ഒരു ഇതുമില്ല നമുക്ക്, എന്നാൽ ഇനി മരുന്നുണ്ട് മാറ്റി തരാമെന്ന് പറഞ്ഞു. 15 ദിവസം കഴിക്കാൻ പറഞ്ഞു. ഈ 15 ദിവസം കഴിച്ചിട്ട് ഇനി ചെല്ലുമ്പോഴും ഇത് അടുത്ത് തന്നെ എന്നാ ഇനി തരും. അതാണ് ഇതെല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് പറയും ചിലപ്പോൾ MRI ചെയ്തേക്കാം, സ്കാൻ ചെയ്തേക്കാന്ന് പറയും. അതായത് നമുക്ക് അവർക്കൊരു കസ്റ്റമറെ കിട്ടുന്നത് ശരിക്കും ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിപ്പോവുക. എന്തായാലും കാരണം ഒടിവൊക്കെ ആണെങ്കിൽ പോയി എക്സ്റേ എടുത്തു, ഒന്നും പൊട്ടലാണ്, പ്ലാസ്റ്റർ ഇട്ടു, പരിപാടി കഴിഞ്ഞു. ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടുപിടിക്കാതെ പോവുക. എന്തെങ്കിലും നമ്മുടെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ്, ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഷുഗറോ അങ്ങനെയുള്ള ഓരോ അസുഖങ്ങളോ, അതെല്ലാം ഷുഗറും കൊളസ്ട്രോളും എല്ലാം കഴിഞ്ഞ ദിവസം എല്ലാം ടെസ്റ്റ് ചെയ്തു, എല്ലാം നോർമലാണ്, ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആരും എന്നെ ഡോക്ടറായിട്ട് വിലയിരുത്തരുത്. എന്നാലും ഞാൻ ചെറിയൊരു ഡോക്ടറാണ് ആൾറെഡി. ബുക്ക് ഭയങ്കര കാര്യമിപ്പം ഞാനിത് ഉപദേശിക്കും. വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടും ഇടയ്ക്ക് കൂടാറുണ്ട്. ആടി കഴിഞ്ഞ ദിവസം അല്ല മിക്കപ്പോഴും കൂടാറുണ്ട്. ഞാൻ എന്തായാലും മോശമായ കാര്യം പറഞ്ഞിട്ടല്ല അടി കൂടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞോട്ടെ. കാരണം ഞാൻ ഈ ഒരുപാട് നല്ല നല്ല ഡോക്ടർമാരുടെ ഒക്കെ വീഡിയോസ് കാണും. വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ഞാൻ കഴിച്ചോണ്ടിരിക്കുക. ഉപ്പുമാവായിരുന്നു രാവിലെ കഴിക്കാൻ. അപ്പം ഉപ്പുമാവല്ല, പുട്ടായിരുന്നു. അപ്പോൾ കടലക്കറിയുണ്ട്, പഴമുണ്ട്, രണ്ടുമുണ്ട്. അപ്പോൾ കടലക്കറി കഴിച്ചോണ്ടിരിക്കും. കറി കഴിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു പഴം എടുത്തില്ല അന്നേരത്തേന്. അപ്പൊ ഞാൻ ഉപദേശിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അത് ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല, അത് നമ്മൾ കഴിക്കേണ്ട രീതി അങ്ങനെയല്ല. പഴയ ആളുകൾ തൊട്ട് ശീലിച്ചു വരുന്നൊരു ശീലമാണ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഒരു പഴം കഴിക്കുന്നത്. ദഹിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിക്കുന്നത്. പക്ഷേ അതങ്ങനെ കഴിക്കുന്നത് ഏറ്റവും തെറ്റായ പ്രവണതയാണത്. അത് എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഡോക്ടറുടെ ക്ലാസ് കൂടി കേട്ടപ്പോഴാണ് എനിക്കത് വ്യക്തമായിട്ട്, പ്രൊഫസറാണ് പുള്ളി, അത്രയും നല്ല ഒരു ഭയങ്കര ഒരുപാട് റിസർച്ചുകളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഡോക്ടറിന് വേണ്ടി നല്ലൊരു PhD ആ മനുഷ്യൻ പറയുന്നുണ്ട് അതിൽ, നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു കാരണവശാലും അതിനൊപ്പം പഴം കഴിക്കുക. നിങ്ങൾ ഒപ്പം വേണേൽ കഴിച്ചോ, അതിന് മിക്സ് ചെയ്ത് കഴിച്ച പ്രശ്നമില്ല. പക്ഷേ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ഈ കുടലിലേക്ക് വന്നിട്ട് ഏറ്റവും മേളിൽ കൊണ്ട് ഈ പഴം ഇട്ട് വെക്കരുത്. കാരണം പഴം പെട്ടെന്ന് ദഹിക്കുന്ന ഒരു സംഭവമാണ് പഴം. അപ്പോൾ ഈ അടിയിൽ കിടക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ അത് പതിയെ ദഹിക്കുകയുള്ളൂ. അത് ദഹിക്കുന്നതിന് മുന്നേ ഈ പഴം ദഹിച്ചു കഴിഞ്ഞാൽ അത് അവിടെ കിടന്നിട്ട് പിന്നെ ഗ്യാസ് ആവും. ഈ ദഹിച്ച സാധനം നമ്മുടെ ചെറുകുടലിലോട്ട് പോകേണ്ടതാണ്. അത് പോകാതെ വന്നു കഴിയുമ്പോൾ അതവിടെ മറ്റേത് ദഹിച്ചതിന് ശേഷം ഇനി അത് അവിട്ട് പോകുള്ളൂ. അങ്ങനെ പോകാതെ വന്നു കഴിയുമ്പോൾ അത് ഗ്യാസ് പ്രോബ്ലം, അതുപോലെ തന്നെ നമ്മൾ കഴിച്ച പഴത്തിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് ശരീരത്തേക്ക് കിട്ടുകയില്ല, നമുക്കത് ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞതിന് ഇവളും അവിടെ ഇരുന്നുകൊണ്ട് ഇവള് മൈൻഡ് ചെയ്തില്ല. മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫുഡും ഉണ്ടാക്കി വെച്ച് ഇതും കൊണ്ട കൊടുത്തു കഴിഞ്ഞപ്പം ഇത് കേൾക്കേണ്ടി വന്നല്ലോ എന്ന് ഓർത്തതാണ് എനിക്ക് ദേഷ്യം വന്നത്. അലമ്പായില്ല. നീ എന്താടി എന്നെ മൈൻഡ് ചെയ്യാത്ത എന്നെ ഓടിച്ചോ? ഞാനും പോയി 2 മിനിറ്റ് ഉണ്ടായിരുന്നല്ലേ. ശരി, അങ്ങനെയൊക്കെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും അല്ല, ഇത് കേൾക്കുന്ന ആൾക്കാർ ചിലപ്പോ എന്തായിരിക്കും വിചാരിക്കുന്നത്? വേറെ പണിയൊന്നും ഇല്ലല്ലേ എന്നും പറഞ്ഞതല്ലേ. കൈ ഷോൾഡർ കുത്തി ചെയ്തിട്ട് നല്ല വേദന വരുന്നു. ചിരിക്കണ്ട, നേരെ. അപ്പോൾ എന്തായാലും
നമുക്ക് വീഡിയോ അവിടെ അവസാനിപ്പിക്കല്ലേ? അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ.